ലെൻസിൻ്റെ ഒരു പൊട്ട് ഗൈസ് ഇപ്പോൾ എൻ്റെ കണ്ണിന്ന് കിട്ടി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റാഷിദ് ലവാവൻ്റെ കല്യാണത്തിന് ഇട്ട ഔട്ട്ഫിറ്റിനെ പറ്റി കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്ന് വായിച്ചത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയുമോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു വാവൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ലുക്കും ആ ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്താലോ എന്ന്. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ആ ഒരു എന്താ പറയുക റാഷിദ് അലി വാവ വെഡ്ഡിങ് ഇന്ത്യ റീക്രിയേറ്റിംഗ് ലുക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. അതേപോലെ തന്നെ ആവുമെന്നൊന്നും അറിയാൻ പറ്റില്ല, കാരണം എൻ്റെ വീട്ടിലായിരുന്നു അത് ചെയ്ത ടൈമിൽ. ആ ഒരു കല്യാണത്തിന് ഞാൻ പോയതിനെ പെരുമ്പനി വാങ്ങിച്ചിട്ടും തൊണ്ടവേദന എടുത്തിട്ടുമാണ് കേട്ടോ. സത്യമായിട്ടും ഞാൻ ആ കല്യാണത്തിന് പോകാൻ വേണ്ടി കണ്ട് എനിക്ക് ഭയങ്കര ടോൺസസ് ഒക്കെ ആയിരുന്നു. രാവിലെ പോയി ഏറ്റവും വലിയ ഡോസുള്ള ഗുളിക ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കമ്മിയായതുകൊണ്ടാണ് കല്യാണത്തിന് തന്നെ ഞാൻ പോയത്. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിന്ന് പോകാൻ പറ്റൂലായിരുന്നു. നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ചു ആ കല്യാണം. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നേരെ വൈകി നേരെ വൈകിയാണ് ഞങ്ങൾ പോയത്. ഓൾറെഡി ഇന്ന ഡോക്ടറെ അടുത്ത് കാണിക്കാൻ നേരെ വൈകിയോണ്ടാണ്, പിന്നെ നേരെ വൈകിട്ടാണ് നമുക്ക് കല്യാണത്തിലൊക്കെ കൂടാൻ പറ്റിയത്. അപ്പോൾ മാവൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടുനോക്കുക. അടിപൊളിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാനിവിടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും മേക്കപ്പിന് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ജ്വല്ലറിയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളുടെ മച്ചിങ്ങലുള്ള ലിഗാവേ എന്നാണ് കേട്ടോ. അപ്പോൾ അടുത്തൊക്കെ ഉള്ള ഞാൻ എൻ്റെ ബർത്ത്ഡേ ഷൂട്ടിനുള്ള ജ്വല്ലറിയും അതുപോലെ തന്നെ ഇപ്പോൾ അവൻ്റെ കല്യാണത്തിനുള്ള ജ്വല്ലറിയൊക്കെ ഞാൻ ലിഗാവേന്നായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ബ്രൈഡിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല മോഡൽ കളക്ഷൻസ്, ഡ്രസ്സ് അതുപോലെ തന്നെ ബ്രൈഡൽ ലെഹങ്കാസും ഒക്കെ ഉണ്ട് ആ ഷോപ്പിൽ. അപ്പോൾ നിങ്ങൾ മലപ്പുറത്താർ കല്യാണത്തിന് വേണ്ട കാര്യങ്ങൾ ജ്വല്ലറീസ് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ലിഗാവ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. അടിപൊളി ഷോപ്പാണ് കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഗൈസ്, വാച്ച് ദ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ 2 lakh ആവാൻ ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എത്രയും പെട്ടെന്ന് നമ്മളെ 2 lakh സബ്സ്ക്രൈബ് ഫാമിലി ആക്കുക. അപ്പോൾ എന്തായാലും ഗൈസ്, വാച്ച് ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രസ്സ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഇത് ഫുള്ളും സ്റ്റോണാണ് കേട്ടോ. സ്റ്റോൺ വർക്കാണ് ഇവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു ഇതാണ്. ഇതിൻ്റെ കളർ കറക്റ്റ് എനിക്കെടുത്ത് പറയാനറിയില്ല. ഇതൊരു സൈസ് പച്ചയാണ് സത്യം പറയുകയാണെങ്കിൽ. നമ്മളുടെ ഇതിൻ്റെ പച്ചൻ്റെ കളർ സത്യം പറയാൻ എനിക്കിപ്പോൾ എടുത്ത് പറയാനറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ജ്വല്ലറി ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ളതാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല മാച്ചിങ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ജ്വല്ലറി ഇതിക്ക്. പിന്നെ എൻ്റെ കോസ്മെറ്റിക്സ് സാധനങ്ങളാണ്. അധികമൊന്നും ഉപയോഗിക്കില്ല. 2 ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ നമ്മളെ ഫൗണ്ടേഷൻ, ഇതൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കളർ ഈ ഡ്രസ്സിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജ്വല്ലറി നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ലിഗാവേ ചില്ലാണെങ്കിലും എനിക്ക് വേണ്ട ഔട്ട്ഫിറ്റിക്കുള്ള ജ്വല്ലറി ഫുള്ള് അവർ നല്ലപോലെ സെറ്റ് ചെയ്ത് തരലുണ്ട് കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ അവർ നന്നായി സെറ്റാക്കി തരലുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് ഇനി മേക്കപ്പിലോട്ട് പോകാം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർമാണെന്നാണ് ഗൈസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർമാണെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വന്നാറില്ല, ഭയങ്കരമായിട്ട് തെറ്റി പോണ്. അപ്പം ഞാൻ എൻ്റെ കണ്ണാടിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്കാരം നോക്കുക കൂടുതലും. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാനിപ്പോൾ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്പോൾ കൂടുതൽ യൂസ് ചെയ്യൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണിത്. നല്ല സംഭവമാണ്. ഞാനത് പേർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ മിക്ക മേക്കപ്പ് പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്തതിനാണ് റിപ്പീറ്റുള്ള മേക്കപ്പ് തന്നെയാണ്, അല്ലാതെ നമ്മൾ പുതിയതായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ല. ഇഷ്ടമാണ് ഈ മോയ്സ്ചറൈസർ. ഞാൻ ഇതന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. വേറൊരു മോയ്സ്ചറൈസറും ഞാൻ യൂസ് ചെയ്യലില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ ലിപ് ബാം ഇട്ടേക്കാം കേട്ടോ. അതാകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഈ മോയ്സ്ചറൈസർ ഇട്ടാൽ തന്നെ ഇതിൻ്റെ ഫേസ് നന്നായിട്ടൊരു ഗ്ലോ മാതിരി ഇരിക്കും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഞാനിത് ഫിറ്റ്മിൻ്റെ ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി.
കുറച്ച് തോന്നിരിക്കട്ടെ. അങ്ങനൊരു ഹെവി മേക്കപ്പ് ആയിരുന്നു അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫങ്ഷനൊക്കെ അല്ലേ, കുറച്ച് ഹെവി ആയിട്ട് ഇരിക്കട്ടെ ഞാനും വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ അത്ര ഹെവി ലുക്കിൽ ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ട് ഇതുവരെ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം ഗൈസ്. കണ്ണിനെന്തോ പോയി ഗൈസ്. എന്തോ എന്താ ഒന്നോ കണ്ണിലെന്തോ ഒന്ന് പോയി, എന്താന്ന് മനസ്സിലാവുന്നില്ല. കിട്ടി. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫൗണ്ടേഷൻ ഇടണതിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ബ്ലെൻഡിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നണം കേട്ടോ, ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും പറയല്ല, എൻ്റെ ഒരു ഇതിലേക്ക് തോന്നിയതാണ്. ബ്ലെൻഡിങ്ങിന് ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ ബ്ലെൻഡിങ്ങിന് നല്ലൊരു മുഖ്യമായ ഘടനയാണ് ഞാൻ പറയും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഹസ്ബൻഡ് വാങ്ങി തന്നാട്ടോ എനിക്കിത്. എന്തിനു വാങ്ങി തന്നാൽ അറിയാം, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് മൂപ്പരാൾ വാങ്ങി തന്നിട്ടുണ്ടായി. എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത സാധനമാണ് കേട്ടോ ഇതൊന്ന്. ഇത് എനിക്ക് എവിടേക്കെങ്കിലും പോകുമ്പം കണ്ണാടി നോക്കാൻ വേണ്ടിയാണ് ഗൈസ്. എൻ്റെ അമ്മേ, ഓ മൈ ഗോഡ് ഗൈസ്, ഞാനില്ലേ അന്ന് ബാവാൻ്റെ കല്യാണത്തിന് ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ചെന്ന് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നന്നായിട്ട് അടച്ചിൽ തുടങ്ങുന്നു. ഫുഡ് കഴിക്കാൻ പോയ ടൈമിൽ ഫൗണ്ടേഷനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ പോയപ്പോൾ എൻ്റെ കണ്ണിൽ എന്തോ കുടുങ്ങിയ മാതിരി എനിക്ക് തോന്നി. ഞാൻ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ച് നിന്ന്. കാരണം കണ്ണിൽ വെള്ളം എന്ന് വന്നാൽ ഒന്നാകെ മേക്കപ്പൊക്കെ പോകൂലേ. അത് മാത്രമല്ല ആകെ സീനാണ്, അത്രയും ആൾക്കാരുള്ളതല്ലേ. ഞാൻ കണ്ണിന്ന് ലെൻസ് എടുക്കാനും പറ്റില്ല. ഫസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് ശരിയാക്കി. രണ്ടാമത് ഞാൻ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് ചെന്നപ്പോൾ കണ്ണ് പെരുന്തടച്ചിൽ. ഞാൻ അങ്ങനെ ബിന്നിനെ കൊണ്ടുപോയിങ്ങാണ്ട് എടുക്കാന്നുള്ള ആ ഒരു ഇതിൽ ശരിയാക്കാൻ പറ്റണില്ല. അങ്ങനെ കണ്ണിന്ന് ലെൻസ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ലെൻസിൻ്റെ ഒരു പൊട്ട് ഗൈസ് ഇപ്പോൾ എൻ്റെ കണ്ണിന്ന് കിട്ടി. സീരിയസ്ലി. അയ്യോ പോയി. ചേത്താ എടോക്കോ, ചേത്താ കാണുന്നുണ്ടോ? കേട്ടോ ഇങ്ങനെ ഇപ്പോൾ കാട്ടിത്തരാ. കാണുന്നുണ്ടോ എനിക്കറിയില്ല ഗൈസ്. എൻ്റെ കയ്യിലിരിക്കണതാ ഉണ്ടാ വീണു ഉണ്ടാ. എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ എത്ര ദിവസത് ഗൈസ്. ലെൻസ് ഈസ് വെരി ഡേഞ്ചറസ്. കണ്ടറിഞ്ഞ് പെരുമാറുക. അപ്പോഴേ എൻ്റെ ബാബു പറഞ്ഞു ലെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് ചുന്തിരില്ലടിയോ. ഞാൻ ഇങ്ങോട്ടാണ് നോക്കണം. ശരിക്കും ക്യാമറ വെക്കുന്നത് ഈ ഒരു ഭാഗത്താണ്, മീൻസ് ക്യാമറേൻ്റെ കണ്ണിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് എഴുതാം, ഐ ഷോഡോ ഇടാം, ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ കുഞ്ഞു പരിപാടികളാണ്. നമുക്ക് അടുത്തതായിട്ട് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ അടുത്ത് പേർപ്പിൾ നിന്ന് വാങ്ങിച്ചതാണ്. ഫസ്റ്റ് ടൈമാണ് ഐബ്രോ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. സത്യം പറഞ്ഞാൽ വാവൻ്റെ കല്യാണത്തിന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു നികത്താം ആ ഒരു കുറവ്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് സത്യം പറയാൻ എനിക്കറിയില്ല. ഇങ്ങനെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ബ്രഷ് എടുത്ത് എൻ്റെ പിരികം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടോ. സാധാരണ എനിക്ക് പറ്റലില്ല ചില ടൈമിൽ. തിരിക്കല്ല ഇഷ്ടപ്പെട്ടു, നല്ല മാതിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിരിക്കാൻ സെറ്റ് ചെയ്തു. അധികം ടൈമൊന്നും എനിക്ക് വേണ്ട, ഞാൻ ചില്ലിന്ന് വെച്ച് പെട്ടെന്ന് കഴിയും. പക്ഷേ എടുക്കണ പണി ഞാൻ സ്ലോയിലായിട്ട് എടുക്കുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ആ ഒരു ചെയ്യുന്ന കാര്യം നല്ല ക്ലീനായിട്ട് കിട്ടണം. അത് എത്ര ടൈം എടുത്താലും വേണ്ടില്ല, അങ്ങനത്തെ ഒരു മൈൻഡുള്ളതാണ് ഞാൻ. നമ്മൾ എടുക്കണ പണി എത്ര ലേറ്റായിട്ട് എടുത്താലും എടുക്കണേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണം. കിട്ടിയത് ഒരു ഗോൾഡൻ കളറായിരുന്നു കേട്ടോ, ഒരു ഗോൾഡൻ കളറായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡൻ കളർ തന്നെ സെലക്ട് ചെയ്യുന്നു.
നന്നായിട്ട് കാണുന്നത് ഇഷ്ടമല്ല, എന്നാലും തിളങ്ങണത് ഇഷ്ടം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഐലിനർ ഇതാണ്. കുറേ പേര് ചോദിക്കലുണ്ട് ഐലിനർ ഏതാ യൂസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണ ഈ ഒരു ഐലിനറാണ് കേട്ടോ. കുറേ പേർക്ക് അറിയാം, കാരണം ഇത് മെബ്ലിൻ്റെ ന്യൂയോർക്ക് കൊളോസൽ ബോൾഡ് ഐലിനറാണ് ഗൈസ്. നല്ല ബ്ലാക്ക് കളറാണ്. പക്ഷെ എനിക്ക് എൻ്റെ പഴയ ഡാസിലറിൻ്റെ ആ ഒരു ഭംഗി കിട്ടലില്ല. പക്ഷെ നന്നായി ലോങ് ലാസ്റ്റ് ചെയ്യും, വാട്ടർ പ്രൂഫുമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ കൂടുതലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇപ്പം ഇതാണ് യൂസ് ചെയ്യൽ. ഇതാകുമ്പോൾ വയർക്കുമ്പോൾ മോൾ ഭാഗത്തൊക്കെ ആവും എന്നുള്ളൊരു സീനും ഇല്ല. ഓക്കെ, ഞാൻ വാലിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് വാല് വേണ്ട, എന്നാലും വാല് വേണം. അങ്ങനെ ആരപ്പം എന്നോട് ചോദിച്ചാൽ അടിയിൽ ഇപ്പോൾ എഴുതലില്ലേന്ന് ആരോ ഒരാൾ ചോദിച്ചിട്ടാ. ഞാൻ ആദ്യമൊക്കെ അടിയിൽ തന്നെ, അടിയിൽ എഴുതാതെ മുകളിൽ എഴുതുതന്നെ ഇല്ലേന്നു. എല്ലാവർക്കും എന്നും ഒരേപോലെ അല്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കണ്ണ് എഴുതിയിട്ടുണ്ട്, ഇനി ഈ കണ്ണും കൂടി എഴുതട്ടെ കേട്ടോ. നമ്മൾ കണ്ണ് എഴുതിയിട്ടുണ്ട്, ഇനി നമുക്ക് മസ്കാര ഇടാം കേട്ടോ. മസ്കാരയും ഞാൻ മെബ്ലിൻ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് തന്നെ ഞാൻ വല്ല ഡിലീറ്റ് ആക്കുന്നതിൻ്റെ ഇടയിൽ മസ്കാര ഒന്നിട്ടിട്ടുണ്ടായിരുന്നു. മസ്കാര കണ്ടോ, എൻ്റെ കണ്ണുകൾ കണ്ടു ഗൈസ്, എൻ്റെ കണ്ണുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ കണ്ണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മസ്കാര മെബ്ലിൻ്റെ തന്നെയാണ്. അപ്പോൾ മസ്കാര ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്ലഷും ലിപ്സ്റ്റിക്കുമാണ് ഇടാനുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. ഇനി ജ്വല്ലറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് നമുക്ക് കണ്ടോ. എന്തായാലും ഞാൻ ഇടുന്നത് ഇങ്ങനൊരു 2 കുത്താണ് എപ്പോൾ ഇടൽ. നല്ല സിമ്പിളായിട്ട് 2 ഭാഗത്ത് ഇങ്ങനെ. ഓവറായിട്ടിട്ടാലേ പണിയാവും. ഇപ്പം തന്നെ ഓസ്റ്റിന് ഓവറായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ ഗൈസ്, ഓവറായിട്ടുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നാണ്ട് പൊയ്ക്കോളും. ഞാൻ പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് ഫസ്റ്റ് ഇടും, എന്നിട്ട് വേറെ ലിപ്സ്റ്റിക് കൊണ്ട് ഇതിൻ്റെ മുകളിലിടും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യലുള്ളത് കേട്ടോ. കാരണം ഇത് ഭയങ്കര ഒരു ഒറ്റ ഇതിലിടുകയാണെങ്കിൽ അത്ര ഡാർക്ക് കളറാവില്ല. പക്ഷേ 2 ഇതിലൊക്കെ ഇടുകയാണെങ്കിൽ, ലെയറിൽ ഇടുകയാണെങ്കിൽ ഭയങ്കര ഡാർക്ക് കളറാവും. എനിക്ക് ഭയങ്കര ഡാർക്ക് കളർ എൻ്റെ സ്കിൻ ടോണ് ഡാർക്കായി തോന്നിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ഞാൻ യൂസ് ചെയ്യണ ഈ ഒരു ഹനസ്യ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു ന്യൂഡ് കളറാണ്, എന്നാലും ഭയങ്കര ന്യൂഡ് ഡാർക്ക് കളറാണ് കേട്ടോ. ഇതൊന്നും കൂടി ഇത് ലൈറ്റ് കളറാക്കാൻ സഹായിക്കും നമ്മുടെ ഷെയ്ഡ് കേട്ടോ. ഉണ്ടോ, നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഗൈസ്. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഷെയ്ഡ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ജ്വല്ലറൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ജ്വല്ലറി ഇടാം കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. മുടിയൊന്നും കെട്ടിയിട്ടില്ല. മുടി ഞാൻ സാധാരണ തന്നെയാണ് കെട്ടാറുള്ളത്, അതേ ഇതൊക്കെ പറ്റുള്ളൂ. എൻ്റെ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിക്കൂടെയെന്ന്. ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് എൻ്റെ തലേന്ന് തട്ടം താഴ്ന്നിങ്ങനെ ചാടുന്ന ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗതികേടായി ഇരിക്കുമ്പോൾ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ആകുമ്പോൾ എനിക്ക് അവിടെ ഒന്നുമില്ലോ എല്ലാ വീട്ടിൽ പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം എനിക്ക് ചോദിക്കാതിരിക്കുക എന്താണ് എനിക്ക് പറയുന്നത്. പിന്നെ ഹെയർ സ്റ്റൈൽ കാണിച്ചു തരുമെന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു കുട്ടികളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇന്ന മുടിമേൽ ഞാൻ ചെയ്യില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നോക്കട്ടെ, ആരെയും കിട്ടാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ കമ്മല്. മാല ഇതാ ഇങ്ങനെയാണ് വരുന്നത്, നെക്ലസ് മാതിരി.
അപ്പൊ ഗൈസ് നമ്മുടെ ജ്വല്ലറി സെറ്റ് ആയിട്ടുണ്ട്. ഞാനിതാ പിന്നെ ഈ ഒരു റൈനൊന്നും ഇട്ടിട്ടില്ല. അതിന്റെ ഡ്രസ്സിലും ഈ ഒരു റിങ്ങും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ട റിങ്ങാണ്. ഞാൻ ഇതിൽ റിങ്ങൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ 2 ബാംഗിൾസ് ആണ് ഇട്ടിട്ടുണ്ടായത്. അപ്പൊ ഈ നമുക്ക് മുന്നിലേക്ക് ഫൈനൽ. അപ്പൊ ഗൈസ് ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിപ്പോ ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയൊരു ലൈറ്റിന് കമ്മി ഉണ്ടാവും. അപ്പം ഇങ്ങനായിരുന്നു ഞാൻ വാവന്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത്. സെയിം ഇങ്ങനെ തന്നെ, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ എന്റെ ഫേസിന് കുറച്ചും കൂടി ഒരു മേക്കപ്പെട്ട ലുക്ക് അത്രേ ഉള്ളൂ. അപ്പം ഡ്രസ്സ് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒന്നും ഭാഗമില്ല, അല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട് ഭാഗം ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നുണ്ടോ. ഇങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. ഞാൻ നോക്കട്ടെ ഫുള്ളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ. ഞാൻ ഇനി ഇതിന് മുന്നായിട്ട് ഒരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സിന്റെ റീൽ തന്നെയാണ് ഞാൻ അത് സൈഡിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ഫുള്ളായിട്ടുള്ള ലുക്ക് കിട്ടും. ലയിപ്പിച്ച ടൈമിൽ എനിക്ക് ഇവിടെ ഒരു സ്ട്രഗ് മാതിരി ഉണ്ടായിരുന്നു, ചെറിയൊരു ഷോള് മാതിരി ഈ 2 ഭാഗത്തുനിന്നും. പക്ഷെ എനിക്കത് ഇട്ടിട്ട് ഞാൻ നല്ലൊരു ഭയങ്കര തടിലമായി തോന്നിയോണ്ട് ഞാൻ അത് ഒഴിവാക്കിയപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഭംഗിയും തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്, എനിക്കത് മാറ്റേണ്ടി വന്നു. അപ്പോൾ അക്കോറ ഡിസൈൻസ് എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ ഡ്രസ്സ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നല്ല ഡ്രസ്സസ് അവർ സ്റ്റിച്ച് ചെയ്തത് അവരുടെ പേജിലുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ വെഡിങ് ആയിട്ട് ഒരു കോട്ട് സെറ്റ് പോലെ ആണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഒക്കെ അവർ സെറ്റ് ചെയ്ത് തരും. നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ജ്വല്ലറി ഉണ്ടല്ലേ, ജ്വല്ലറി ഒക്കെ വന്നിട്ടുള്ളത് ലിഗാവേ എന്നാണ് കേട്ടോ. അപ്പം അവരുടെ പേജും ഞാൻ കൊടുക്കാം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ലുക്ക് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇൻഷാല്ലാ വീഡിയോ ചെയ്യണ കാരണം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.